ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തക്കാളി സാമ്പാറാണ്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി. നമ്മളൊക്കെ സാധാരണയായിട്ട് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇത് 2 ഇഡ്ഡലി വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ സാമ്പാർ ഒഴിച്ചിട്ട് തരുമല്ലോ ചില ഹോട്ടലുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇഡ്ഡലി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാട്ടോ. ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വീട്ടിലുള്ള ഉള്ളിയും തക്കാളിയും മാത്രം മതി. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലോട്ട് ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് വെന്തുടയുന്ന മാതിരി വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിതവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക്, ഒരു ടീസ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ജീരകം, പിന്നെ 2 വെളുത്തുള്ളി. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരണം. അപ്പോൾ സാമ്പാറിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എന്നുള്ളത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. ഈ സാമ്പാറിൽ നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ജീരകം ചേർക്കാറില്ല. ഈ സാമ്പാറിൻ്റെ റെസിപ്പിയിൽ ജീരകം മസ്റ്റാണ്. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും മസാലകളും എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും തരിതരിപ്പില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വാളംപുളി ആവശ്യമുണ്ട്. ഇത്രയും വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ വെറും വെള്ളം മാത്രമായിട്ട് കിട്ടും, പരിപ്പിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ലാതെ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 സവാളയാണ്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുതൽ 3 വരെ സവാള ഇടാം കേട്ടോ. ഈ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. നമ്മൾ കായം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ 2 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുകും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നപ്പോൾ ഞാനിതാ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഞാനിതവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വയ്ക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിപ്പിൻ്റെ കൂടെ വേവിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വേവിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിത് എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അരച്ച് വെച്ച മസാലകളൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഇവിടെ മൂത്ത് നന്നായിട്ട് മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1 മുതൽ 1.25 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂൺ ചേർത്താൽ മതിയാവും. നമ്മൾ വറ്റൽമുളക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും കൂടി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ സാമ്പാർ പൊടിയാണ്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം വഴണ്ടി വന്നപ്പോൾ ഞാനിതാ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എത്രയാണോ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നമ്മൾ ഉടച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനി തള വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു ശർക്കര കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി ഇത് 10 മിനിറ്റോളം നമ്മൾ ഈ മസാലകളൊക്കെ വേവാനായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിതാ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് സാമ്പാർ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ഇതുപോലെ 2 ഇഡ്ഡലി വെച്ചിട്ട് പാത്രം നിറയെ സാമ്പാർ ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇഡ്ഡലി കഴിച്ച് നോക്കിയേ. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു കുഞ്ഞു വീഡിയോയുമായി കാണാം. താങ്ക്